ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ ഇരുത്തത്തെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒത്തുകൂടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ തൃപ്തിയിലൂടെ ജീവിക്കാനുള്ള അമൽ സാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല ആഫിയത്ത്, ആരോഗ്യം, നല്ല സാഹചര്യങ്ങളെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു ചെറിയൊരു കോട്ട് വായിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ അസ്മാഉൽ ഹുസ്നയാണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അൽ മുഹീത്ത് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇനി അൽ മുഖീത്താണ് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയൊരു ഇസ്ലാമിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. ദുനിയാവ് വളരെ വില കുറഞ്ഞതും നിലനിൽപ്പില്ലാത്തതുമാകുന്നു. ദരിദ്രനും പണക്കാരനും മറ്റുള്ളവരൊക്കെ അതിനെ സ്വന്തമാക്കിയേക്കാം. എന്നാൽ സ്വർഗം എന്നത് ഉന്നതമായതും എന്നും നിലനിൽക്കുന്നതുമാകുന്നു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സ്വന്തമാക്കാൻ സാധിക്കൂ. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം അല്ലേ. പിന്നെ ദുനിയാവ് എല്ലാവർക്കും നേടാൻ കഴിയും, സ്വന്താക്കാൻ കഴിയും. പക്ഷേ സ്വർഗം എന്നുള്ളത് എന്താണ്? അത് ഏറ്റവും ടോപ്പാണ്, ഉന്നതമായതാണ്, എന്നും നിലനിൽക്കുന്നതുമാണ് അല്ലേ. പിന്നെ അതിനെന്തില്ല, അവസാനമില്ല അല്ലെ. എന്തൊരു ഇതായിരിക്കും അല്ലെ ആ ഒരു സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലെ. ഒരു പേടിയില്ല, ഭയപ്പാടില്ല, അവിടെ ഒരു വിഷമങ്ങളും ഇല്ല, പ്രയാസങ്ങളില്ല, എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും മാത്രം. അപ്പം അത് ആർക്കാ കിട്ടുക? അത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ള ആ ഒരു തത്വം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ അല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തർ അൽഹംദുലില്ലാഹ് ഇപ്പം ഇന്ന് ഈ ഗൂഗിൾ മീറ്റിൽ കയറി നമ്മളെ മിഷ്കാത്ത് ഗ്രൂപ്പിലുള്ള ഓരോ സ്ത്രീകളും മാഷാ അള്ളാഹ് ക്ലാസ്സുകളൊക്കെ കേട്ട് വളരെ നല്ല രീതിയിൽ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ തന്നെ, സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം മക്കളോ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കള്, സഹോദരങ്ങൾ, ഇങ്ങനെ പലരും പല നിലക്കും അതായത് ദീനില്ലാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ നിസ്കരിക്കാണ്ടും പിന്നെ ദീനിപരമായ അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നിയ പോലൊരു ജാഹിലായി ജീവിക്കുന്ന ആൾക്കാർ ഉള്ള കുടുംബങ്ങളുണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ. പഠിച്ചോനെ, അവർക്കൊക്കെയും സത്യത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് വരാൻ, ഇസ്ലാമിൻ്റെ ആ നൂറ് അവരുടെയൊക്കെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബെ അവരുടെ ഹൃദയങ്ങൾക്ക് നീ വിശാലത നൽകണേ അല്ലാ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ റബ്ബെ നീ സന്തോഷത്തിൻ്റെ ആ ഒരു ദീനിപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിലും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നീ നല്ലൊരു കുടുംബജീവിതം, ഇസ്ലാമികമായ ചിട്ടയോട് കൂടിയുള്ള കുടുംബജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്ക് അത് ഇങ്ങനെ അറിയുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമമാണ്. കാരണം അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന എനിക്ക് ഈ ഒരു പിന്നെ ക്ലാസ് എടുക്കാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ പിന്നെ നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നത് ഒരു പരിധിവരെ എൻ്റെ ബാക്ക് സപ്പോർട്ടല്ല, എൻ്റെ ഫാമിലി, നമ്മളെ കുടുംബം, നമ്മളെ എല്ലാ നിലക്കും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരുന്നതുകൊണ്ടാണല്ലോ എല്ലാ നിലക്കും നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്, തൗഫീഖാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഇത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസം അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു നല്ലതായ അവസ്ഥകൾ നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ നാമത്തിലേക്ക് നമുക്ക് കിടക്കാം.
അൽ മുഖീത്ത് എന്ന നാമമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽ മുഖീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറയുന്നതെന്ന് വെച്ചാൽ, ഉണ്മയുടെ ലോകത്തേക്കും പടപ്പുകളിലേക്കും അവരുടെ അന്നവും ഉപജീവനും കണക്കാക്കുകയും അവ വിഭജിക്കുകയും എത്തിക്കുകയും ചെയ്തവനാണ് അൽ മുഖീത്ത്. എല്ലാവരിലേക്കും വേണ്ട അന്നം, അല്ലേ, ഉപജീവനം, അത് കണക്കാക്കുകയും അത് വിഭജിച്ചിട്ട് ഓരോരുത്തർക്കും എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലേ. ഷെയ്ഖ് അൻ നാസിറു സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, ഭക്ഷിക്കുവാൻ ആവശ്യമായതും ഉപജീവനങ്ങളും ഉണ്മയുടെ ലോകത്തുള്ളവർക്കെല്ലാം എത്തിക്കുകയും തൻ്റെ യുക്തിയുടെയും ഹംദിൻ്റെയും തേട്ടമനുസരിച്ച് താൻ ഉദ്ദേശിക്കും വിധം അത് വീതിക്കുകയും ചെയ്തവനാണ് അൽ മുഖീത്ത്. അപ്പം ഉപജീവനം നമുക്കറിയാമല്ലേ, അർ റസാഖ് നമ്മൾ കണ്ടിട്ടില്ല, അർ റാസിഖും അർ റസാഖും നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക, അത് കണക്കാക്കി വിഭജിച്ച് ഓരോരുത്തർക്കും തൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും ഹംദിൻ്റെ തേട്ടമനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഓരോരുത്തർക്കും വീതിച്ച് എത്തിച്ചു കൊടുക്കുന്നവൻ, അല്ലേ. സുബ്ഹാനല്ലാഹ്. അൽ ഖസാലി റഹ്മുല്ല പറയുന്നു, ആഹാരം പടക്കുകയും അവ ശരീരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തവനാണ് അൽ മുഖീത്ത്. ശരീരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭക്ഷണമാണ്, ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത് ജ്ഞാനമാണ്. അപ്പോൾ അത് അർ റസാഖ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അൽ മുഖീത്തിന് അർ റസാഖിനേക്കാൾ ശുഷ്കമായ അർത്ഥമാണ്. കാരണം റിസ്ഖ് ഖൂത്തിൻ്റെയും, അതായത് ആഹാരത്തെയും കൂത്തല്ലാത്തതിനെയും കൈകാര്യം ചെയ്യുന്ന പദമാണ്. കൂത്താകട്ടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് പര്യാപ്തമാക്കപ്പെടുന്നതുമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിനെ വിശദീകരണം നൽകിയിട്ടുള്ളത്, അല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥ, അല്ലേ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പും മൃഗങ്ങളുടെ സൃഷ്ടിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം മനുഷ്യക്കുഞ്ഞും അതുപോലെ മൃഗങ്ങളുടെ കുട്ടിയും മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ, ആ സമയത്ത് അതിന് കൊടുക്കുന്ന അന്നം, അല്ലെങ്കിൽ അതിൻ്റെ, അല്ലേ, ഭക്ഷണം, അത് അള്ളാഹു തആല കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തെങ്കിലും പണിയെടുത്തതിൻ്റെ പേരിലാണോ അവിടെ പ്രവർത്തനം നടക്കുന്നത്? ഒരിക്കലും അല്ല, അല്ലേ. ഇപ്പം കയ്യിൻ്റെ പണി നടക്കുന്നത് നമുക്കറിയുമോ? ഇവിടെ കയ്യിൻ്റെ പണി നടക്കുന്നുണ്ട്, ഗർഭാശയത്തിൽ കാലിൻ്റെ പണിയാണ് ഇപ്പം നടക്കുന്നത്, ആ തലച്ചോറിൻ്റെ പണിയാണ് ഇപ്പം നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഉമ്മാക്ക് അറിയാൻ പറ്റുമോ തൻ്റെ കുഞ്ഞിൻ്റെ ഏത് ശരീരത്തിൻ്റെ ഏത് അവയവമാണ് അവിടെ രൂപപ്പെടുന്നത്, അതിൻ്റെ പണിയാണ് നടക്കുന്നത്? നമുക്കൊന്നും അറിയില്ല, അല്ലേ. അതൊക്കെ കൃത്യമായി അല്ലാഹു തആല അവിടെ ഇതാക്കി കൊണ്ടുവരികയാണ്, അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ വേറൊരു കാര്യം, മനുഷ്യൻ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ആടിനെ വളർത്തുന്നു, വീട്ടിൽ ആടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് പ്രസവിക്കുന്നു, ഒരു ആടും പ്രസവിക്കുന്നു. ആണല്ല, ആട്. അപ്പോൾ പെണ്ണ് പ്രസവിച്ച കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടാവും, അല്ലേ. ബെഡിൽ അവിടെ കിടക്കുന്നുണ്ടാവും. ആടിൻ്റെ കുട്ടിയോ രാവിലെ പ്രസവിച്ചെന്ന് വിചാരിച്ചോ, വൈകുന്നേരം നാട് ഉച്ചയിലാകുമ്പോഴത്തേക്ക് ആട്ടിൻകുട്ടി എന്താക്കും, എണീച്ച് ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ നമ്മളെ മനുഷ്യക്കുട്ടിയോ, അത് പതുക്കേല്ലേ, അതിൽ ഓരോ കയ്യും കാലൊക്കെ ഉണ്ടെങ്കിലും കൂടി പറന്ന് വീഴുമ്പം തന്നെ എണീച്ച് ഓടി നടക്കാനുള്ള ആ ഒരു ഇത് അതിനില്ല, അല്ലേ. പക്ഷേ പതുക്കെ അല്ലാഹു തആല ഓരോന്നിനും ശക്തി നൽകി നേരത്തെ പ്രസവിച്ച ആ ആടിനേക്കാളും എന്താകുന്നുണ്ട്, ഈ മനുഷ്യൻ എന്താകുന്നുണ്ട്, സ്ട്രോങ് ആകുന്നുണ്ട്, അല്ലേ. സുബ്ഹാനല്ലാഹ്. അത് പതുക്കെ എല്ലാം എന്താ പറയുക, ഒറ്റയടിക്കാവുന്നില്ല, അല്ലേ. ഇപ്പോൾ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വലിയ മരമായി പന്തലിച്ച് ഇതാവില്ല, അല്ലേ. എന്താണാവുക, കുറച്ച് കുറച്ചായി നമ്മൾ വെള്ളം നനച്ചു കൊടുത്ത് അതിന് വേണ്ട വളമിട്ടൊക്കെ കൊടുത്ത് നല്ല ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് എന്താകാൻ, വലിയ മരമായിട്ട് മാറുക, അല്ലേ. ശരിക്കും നമ്മളെ ജീവിതം അങ്ങനെയാണെന്ന് അല്ലാഹു തആല നമുക്ക് ജീവിതം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയാണ് റബ്ബ് പഠിപ്പിച്ചു തരുന്നത്. ഓരോ മനുഷ്യൻ്റെയും ആ ഒരു സൃഷ്ടിപ്പ് മെല്ലെ അല്ലെ, പതുക്കെ ഓരോന്ന് ചെയ്തിട്ട് നമുക്ക് സ്ട്രോങ് ആക്കി തരിക നമ്മൾ. അതുപോലെ തന്നെ ആഖിറത്തിലേക്കുള്ള കാര്യവും
പിന്നെ പിന്നെ നമ്മൾ എന്താക്കണം, ഇവിടുന്ന് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്കത് വലിയതായ രീതിയിൽ നമുക്ക് നാളെ ആസ്വദിക്കാൻ കഴിയൂ അല്ലേ. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലൊരു ചെടി നട്ടു, നമുക്കറിയാമല്ലേ അത്. എന്നിട്ട് നമ്മൾ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട് ഒരു ദിവസം. ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1000 ദർജകളിൽ 1000 നന്മകൾ രേഖപ്പെടുത്തും, 1000 തിന്മകൾ മായ്ക്കപ്പെടും, 1000 പദവികൾ ഉയർത്തപ്പെടും. ഈ ഹദീസുകളൊക്കെ നമ്മൾ എത്ര കേട്ടതാ അല്ലേ. എന്നിട്ട് നമ്മൾ ഒരു ദിവസം 100 എണ്ണം തികയ്ക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് വലിയൊരു നേട്ടം തന്നെയാണ്. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റിസ്ക്കിൻ്റെ കാര്യമാണ് അല്ലേ. നമ്മൾ ഓരോ സന്ദർഭത്തിലും നമുക്ക് ആവശ്യമായ രീതിയിൽ ഗർഭാശയത്തിൽ മാതാവിൻ്റെ പിന്നെ പൊക്കിൽ കൊടിയിലൂടെ അള്ളാഹു താല നമുക്ക് റിസ്ക് തന്നു. പിറന്ന് വീണ് കഴിയുമ്പോൾ ആ പൊക്കിൽ കൊടി ബന്ധം അവിടെ വിച്ഛേദിക്കുമ്പോൾ പിന്നെ തരുന്നത് എന്താണ്? പിന്നെ ആ കുഞ്ഞ് ഒരു കുഞ്ഞല്ലേ, ചെറിയ കുഞ്ഞ് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങോട്ടേക്കാ അതിങ്ങനെ പരുതുക, അതിൻ്റെ വായ ഇങ്ങനെ അല്ലേ എങ്ങോട്ടേക്കാ പോകുക? അമ്മയുടെ ആ അമ്മിഞ്ഞപ്പാൽ നുകരാൻ വേണ്ടി മാറിടത്തിലേക്ക് ഇങ്ങനെ ചെരിയുന്നുണ്ടാവും അല്ലേ. ആരാണ് അതിന് വഴി കാണിച്ചു കൊടുത്തത്? ആ ഒരു ചിന്ത, അതിങ്ങനെ നുകർന്ന് വലിച്ചെടുക്കാനുള്ള ആ ഒരു ഇത് അള്ളാഹ് അതിലൂടെ, പിന്നെ ആ മുലപ്പാലിലൂടെയാണ് ആ കുഞ്ഞിന് പിന്നീടുള്ള റിസ്ക് അള്ളാഹ് കൊടുക്കുന്നല്ലേ, നിശ്ചയിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ആദ്യം തന്നെ കുട്ടിക്ക് എന്തില്ല, പല്ലുകൾ വരുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ ചിന്തിക്കലുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അള്ളാഹിൻ്റെ ഓരോ കുദ്റത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫസ്റ്റ് പല്ലില്ല, അപ്പം മുലപ്പാൽ ഇങ്ങനെ വലിച്ചു കുടിക്കാനുള്ള ആ ഒരു ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ പല്ല് വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കടിക്കാനും പറിക്കാനൊക്കെ അത് പറ്റും. പിന്നെയാണ് അണൽപ്പല്ലുകളൊക്കെ വരാം. അപ്പോഴേ എന്താ പറ്റൂ, ചവച്ചരച്ച് തിന്നുന്ന രീതിയിലേക്ക് കുട്ടി ആകുന്നുള്ളൂ അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് അള്ളാഹു നമുക്ക് വേണ്ട എല്ലാം അള്ളാഹ് ചെയ്തു തരുന്നില്ല അല്ലേ. എന്താണ് ഇപ്പൊ ഈ മുലപ്പാലിൻ്റെ തന്നെ വലിയൊരു ദൃഷ്ടാന്തല്ലേ അല്ലേ. നമ്മൾ ഈ മനുഷ്യൻ്റെതായിക്കോട്ടെ, ഇനി പിന്നെ മൃഗത്തിൻ്റെതായിക്കോട്ടെ, അകിട് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാലിൻ്റെ ഇതുണ്ടാവോ, ബോക്സ് ഉണ്ടാ, പാലിൻ്റെ ഇതുണ്ടാ, അറ ഉണ്ടാ? ഒരിക്കലും ഇല്ല അല്ലേ. അത് മുറിച്ച് കഴിഞ്ഞാൽ എന്താ വരിക? ബ്ലഡാ വരാ അല്ലേ. പക്ഷേ കുട്ടി വലിച്ചു കുടിക്കുമ്പോഴോ അതിങ്ങനെ പാല് ചുരത്തുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇല്ല, അള്ളാഹുവിൻ്റെ റിസ്ക്കാണ് ഇതെല്ലാം, അള്ളാഹ് നൽകുന്നതാണല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ വേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്, എത്രയാണ് എന്നുള്ള നിലക്ക് അള്ളാഹു അത് വിഭജിച്ച് എത്തിച്ചു കൊടുക്കുന്നവനാണ് ആര്? അൽ മുഖീത്ത്. പിന്നെ ഈ നാമങ്ങൾക്ക്, ഈ അൽ മുഖീത്ത് എന്നുള്ള നാമത്തിന് പിന്നെ അൽ ഹഫീദ്, അഷഹീദ്, അൽ ഹസീബ്, അൽ ഖദീർ, അർ റസാഖ്, ഈ നാമങ്ങളുടെ എല്ലാ ആശയങ്ങൾ ഉൾക്കൊള്ളതാണെന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ പിന്നെ 85-ാം നാമത്തിലാണ് ഈ ഒരു ഈ വാക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീതാ. ഭൂമിയെ പടച്ച അള്ളാഹു എല്ലാ കാര്യത്തിനും, എല്ലാ വസ്തുക്കൾക്കും മുഖീതായിട്ടുള്ളവനാണ് പറയുന്നത്. അപ്പം ഈ ഭൂമി അള്ളാഹു തആല സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കണക്കാക്കി അല്ലേ. അതിൽ കൃഷി ഇറക്കാനും നട്ട് വളർത്താനും ഇടപാടുകൾ നടത്താനും എല്ലാം അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ കണക്കാക്കിയിട്ടുണ്ട്. وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. وجعل فيها അതിൽ അല്ലാഹു തആല ആക്കി റവാസിയ. എന്താ റവാസിയ? പർവ്വതങ്ങൾ അല്ലേ. മിൻ ഫൗഖിഹ വബാറക ഫീഹ. എന്നിട്ടോ അതിൽ പിന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് വഖദ്ദറ ഫീഹ അഖ്വാതഹ. അതിൽ മനുഷ്യന് വേണ്ട കൂത്ത് അല്ലേ, ഭക്ഷണങ്ങൾ, ആഹാരങ്ങൾ അള്ളാഹു തആല എന്താക്കി, കണക്കാക്കി. ഫീ 4 അയ്യാമിൻ, 4 ദിവസങ്ങളിലായിക്കൊണ്ട്, 4 ദിവസത്തിൻ്റെ 4 ഘട്ടങ്ങളിലായിക്കൊണ്ട്. സവാഅൻ ലിസ്സായിലീൻ, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ശരിയായ അനുപാതത്തിൽ അള്ളാഹു തആല അത് കണക്കാക്കി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോന്നും. പിന്നെ അതുപോലെ സൂറത്തുൽ അൻആമിൽ അള്ളാഹു തആല പറയുന്നത് വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂഷാത്ത് വഗൈറ മഅറൂഷാത്ത് അല്ലേ. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി
തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നു. എങ്ങനെയുള്ളത്? മഅറൂഷാത്തും വഗൈറ മഅറൂഷാത്തും. എന്താണിത്? പന്തലില് പന്തല് കെട്ടിയിട്ട് ഇങ്ങനെ പടർത്തി വരുന്ന അങ്ങനെയുള്ളതും അങ്ങനെ അല്ലാത്തതും അല്ലെ. പന്തല് കെട്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ മുന്തിരി. പിന്നെ നമ്മളെ നാട്ടില് പയറ്, പിന്നെ പിന്നെന്താണ്, കുമ്പളങ്ങ അല്ലെ, വെള്ളരി, കക്കിരി, പിന്നെ അങ്ങനെയുള്ളതൊക്കെ വള്ളി അല്ലെ, വള്ളിയാണ്. പിന്നെ അതിൽ തന്നെ പന്തലായിട്ട് പടർത്തുന്ന അങ്ങനെയുള്ള ഫ്രൂട്ട്സിലും ഉണ്ട് അങ്ങനെയുള്ളത് അല്ലെ. പിന്നെ അതുപോലെ അങ്ങനെ അല്ലാതെ ഇപ്പം ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ട് വളരുന്നതും പിന്നെ കമ്പുകളിലായിട്ട് പിടിക്കുന്നതുമായിട്ട് അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുള്ള, പിന്നെ വന്നഖ്ല വസ്സറഅ മുഖ്തലിഫൻ ഉകുലുഹു, വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ അല്ലെ. പിന്നെ എന്തെല്ലാം വിവിധ തരത്തിലുള്ള കായ്കനികളാണ് അല്ലാഹു തആല. സൈത്തൂൻ, റുമ്മാൻ, മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹൻ, പരസ്പരം സാദൃശ്യം തോന്നുന്നതും സാദൃശ്യമില്ലാത്തതുമായ നിലയിൽ അല്ലെ. ഒലീവും മാതളവും അങ്ങനെ പലതും അവൻ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി. നിങ്ങൾ അവ ഓരോന്നും കായ്ക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താക്കിക്കൊള്ളുക? ഭക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല പറയുന്നു. പിന്നെയോ അതിൻ്റെ വിളവെടുപ്പ് ദിവസം അതിലുള്ള ബാധ്യതകൾ നിങ്ങൾ കൊടുത്തു വിട്ടുകയും ചെയ്യുക. അതായത് നിങ്ങൾ ഒറ്റക്ക് അടിച്ച് തിന്നണ്ട, അത് എന്താക്കണം, അതിന് ഓരോന്നിനും അല്ലേ ഓരോ ഇതുണ്ട്. അപ്പോൾ അത് കൊടുക്കണം, മറ്റുള്ളവർക്കും കൊടുക്കണം. അതിൻ്റെ കണക്കൊക്കെ നോക്കി, കൃഷിയൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായി നോക്കിയിട്ട് സകാത്തും കൊടുക്കണം, സദക്കയും കൊടുക്കണം, എല്ലാം കൊടുക്കണം അല്ലേ. നമ്മൾ പിന്നെ എന്തെങ്കിലും വീട്ടിലില്ലേ എന്തെങ്കിലും കായ്ച്ചാലില്ലേ, നമ്മൾ ഒറ്റക്ക് നിന്ന് ആർക്കും കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ അതില്ലേ കുറേയൊന്നും ആവില്ല. നേരെ മറിച്ച് നമ്മളില്ലേ കൊടുത്തോക്ക്, അതിൽ ഇഷ്ടം പോലെ ആവും. അതങ്ങനെയാണ്, നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാത്തിനും വർധനം ഉണ്ടാവും എന്ന് പറയുന്നില്ലേ, അങ്ങനെയാണ് കേട്ടോ. മനസ്സറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു കുറേ തരും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ വലാ തുസ്രിഫു, അമിതവ്യയം കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് അല്ലെ, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എല്ലാത്തിനും കണക്കായിട്ടില്ലേ. അല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു. അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിയാന്മാരുടെ ഗുണങ്ങൾ പറയുമ്പോൾ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്തിൽ അല്ല ഇബാദുർ റഹ്മാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ അവിടെ ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹു തആല പറയുന്നത് വെച്ചാൽ അവർ അതിര് കവിയും ചെയ്യൂല, പിശുക്കും കാണിക്കൂല, മിതമായ നിലയിലായിരിക്കും അല്ലേ. ആ രീതിയിലാകണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം പിന്നെ അള്ളാഹു ഓരോരുത്തർക്കും അവരവരുടെ ഉപജീവനം അള്ളാഹുവിൻ്റെ ഹിക്മത്തോടു കൂടിയാണ് അല്ലെ. അള്ളാഹുവിൻ്റെ ഹിക്മത്തോടു കൂടിയും പിന്നെ കാരുണ്യത്തിൻ്റെ ആ ഒരു തേട്ടമനുസരിച്ചാണ് അള്ളാഹു എന്താക്കുന്നത്, ഓരോരുത്തർക്കും എത്തിക്കുന്നത്. എല്ലാവർക്കും എന്തുണ്ട്? ഒരു വിഹിതം എന്തായാലും ഉണ്ട്. പിന്നെ വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ അല്ലേ. ഈ ഭൂമിയിൽ ഏതൊരു ജന്തുജാലം ഉണ്ടോ അതിൻ്റെ റിസ്ക്, അതിൻ്റെ ഉപജീവനം ആരേറ്റെടുത്തിട്ടുണ്ട്? അതിൻ്റെ ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. ഏറ്റെടുത്തതായിട്ടല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ അല്ലേ. അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അവൻ അറിയുന്നു. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ, എല്ലാം എന്താണ്? സ്പഷ്ടമായ രേഖയിലാണെന്ന്. അപ്പം പിന്നെ മുഖീത്ത് അല്ലേ, കൂത്ത് കൊവ്വത്ത് എന്നൊക്കെ പറയുന്നില്ലേ, അതിൽ നിന്ന് വന്നാണ് പിന്നെ മുഖീത്ത് എന്നുള്ള ഈ നാമം. ഒരു ദുആ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ദുആ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ചെറിയ സിമ്പിൾ ദുആണ്. അല്ലാഹുമ്മർസുഖ് ആല മുഹമ്മദിൻ കൂത്ത, അള്ളാഹുവേ മുഹമ്മദിൻ്റെ കുടുംബത്തിന് കൂത്ത് വിശാലം പ്രദാനം ചെയ്യണമേ. അതായത് ഇവിടെ അതിൻ്റെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വിശപ്പടങ്ങുന്നതിന് മതിയായ ആഹാരം പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മർസുഖ് ആല മുഹമ്മദിൻ കൂത്ത. അത്രേ വേണ്ടു അല്ലെ, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ, കുറേ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ
നമ്മൾ ഈ ഒരു നാമത്തെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാവർക്കും ഈ ലോകത്ത് ഉള്ള എല്ലാ പടപ്പുകളിലേക്കും അള്ളാഹുവിൻ്റെ ഉപജീവനം, റിസ്ക്, അന്നം അത് കണക്കാക്കി അത് വിഭജിച്ച് എല്ലാവർക്കും എത്തിക്കുന്നവനാണ് ആര്? അൽ മുഖീത്തായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയണം അല്ലെ. അതിനാണ് നമ്മൾ എന്താക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നത് അല്ലെ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്താൽ പിന്നെ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഇഹ്സാ ചെയ്യൽ അല്ലേ? അത് നമ്മൾ പിന്നെ അർത്ഥവും അതിൻ്റെ തേട്ടവും അറിയുക. എന്നിട്ട് അതുകൊണ്ട് എന്താക്കണം, അത് കാണാതെ പഠിച്ച് അതിൻ്റെ അർത്ഥവും തേട്ടവും അറിഞ്ഞ് അതുകൊണ്ട് ദുആ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സ്വർഗം നമുക്ക് ലഭിക്കുക അല്ലേ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അള്ളാഹുവിന് എന്തുണ്ട്? ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേരുകൾ കൊണ്ട് അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. സുബ്ഹാനല്ലാഹ് അല്ലേ. നമുക്ക് ഒരുപാട് പേരുകൾ പഠിക്കാൻ അള്ളാഹു അവസരം നൽകി. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരുപാട് കാലത്തെ ഒരു പിന്നെ ആഗ്രഹമാണ് അള്ളാഹ് ഇങ്ങനെ സഫലീകരിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഈ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ഒന്ന് അറിയണം എന്നുള്ളത്. ഇൻഷാ അള്ളാഹ് അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് പിന്നെ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. ഇനി അവ ഓരോന്നും എടുത്ത് പറഞ്ഞ് ഉദ്ധരിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അള്ളാഹുവിനോട് തേടാനുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞു ഈ ഒരു സദസ്സിൽ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര കുളിരാണെന്നൊക്കെ. സത്യത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എപ്പോഴും നമുക്ക് ആ ഒരു മനസ്സിന് സന്തോഷവും ആനന്ദവും ആ കുളിരും ഒക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത്തരം ദീനിയായ സദസ്സുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്തരം സൗഭാഗ്യങ്ങൾ അല്ലേ എപ്പോഴും നമുക്ക് അള്ളാഹു നിലനിർത്തി തരട്ടെ. മരണം വരെ നമ്മളെ ജീവിതത്തിൽ ഇത്തരം ഇൽമ് നേടിക്കൊണ്ടുള്ള ഒരു പിന്നെ ജീവിതയാത്ര അള്ളാഹു നമുക്ക് മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാനും പറയാനും പഠിക്കാനും അതിലുപരി അല്ലേ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മളെ ചിന്തകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലൂടെ അല്ലേ നമുക്കൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അത് നമ്മളെ കൽബിൽ തട്ടിയിട്ട് പറയാനുള്ള തൗഫീഖ് നൽകട്ടെ അല്ലെ. ഓരോന്നും തന്നെ ഓരോ നാമങ്ങൾ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മളെ ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് നമുക്കിങ്ങനെ അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. നമ്മൾ ചിന്തയിലൂടെയാകണം നമ്മളെ പ്രവർത്തനങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ തുടക്കത്തിലൊരു കാര്യം ദുആ ചെയ്തല്ലോ അല്ലെ, ഓരോ കുടുംബത്തിൽ അള്ളാഹു നല്ലതായ അവസ്ഥകൾ അള്ളാഹു നിലനിർത്തി കൊടുക്കാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു യുക്തിവാദ ചിന്താഗതി കുട്ടികളിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെയധികം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ദീനിപരമായ രീതിയിൽ വളർത്തുന്ന നല്ല മാതാപിതാക്കളുടെ മക്കൾ പോലും എന്തൊക്കെയോ കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് പിന്നെ വേണ്ടാത്ത എന്തെല്ലോ അല്ല, പക്ഷേ പിന്നെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ദീനി അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടില്ല, ഇങ്ങനെയില്ല അങ്ങനെ പറഞ്ഞിട്ട് ഫുൾ ഒരു നിഷേധാത്മകമായ ഒരു സമീപനം ഖുർആനിനും സുന്നത്തിനും നേർക്ക് അത്തരത്തിലുള്ള ചിന്താഗതികൾ വളർന്നു വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതായത് അള്ള ഇല്ല എന്നുള്ളിടത്തേക്കും ഒരു പരലോക ജീവിതം ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കും എത്തിക്കുന്ന ആ ഒരു ചിന്താരീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മക്കൾക്ക് അല്ലെ, വളർന്നു വരുന്ന യുവതലമുറ അള്ളാഹുവിനെ വഴി പിഴപ്പിക്കാതെ നേരായ മാർഗത്തിൽ നിലകൊള്ളാൻ നിന്റെ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബേ നീ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ മക്കളും വരും തലമുറകളും റഹ്മാനായ റബ്ബേ നിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന നല്ല സ്വാലിഹീങ്ങളായി ജീവിക്കാൻ നീ റഹ്മാനായ റബ്ബേ എല്ലാവർക്കും നീ തൗഫീഖ് റഹ്മാനെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാ കുടുംബങ്ങളിലും ഓരോ മാതാപിതാക്കളും ആശങ്കയിലുള്ളത് സ്വന്തം മക്കളെ വിഷയത്തിലാണ്. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കല്യാണം കഴിഞ്ഞ മക്കളായാലും കഴിയാത്ത മക്കളായാലും ഏതൊരു ആളെടുത്ത്
എടുത്താലും മക്കളെ കാര്യത്തിൽ അങ്ങേയറ്റം ആശങ്കയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ നേരിടാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മളെ പ്രാർത്ഥന മുറിഞ്ഞു പോകാത്ത രീതിയിൽ റബ്ബുമായിട്ട് അവരെ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അത്രയും നമ്മളെ പ്രാർത്ഥനയിൽ അത് ഞാൻ പറയുന്ന വെച്ചാൽ നമ്മളെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഓരോ ഉമ്മമാരും എന്തായാലും പ്രാർത്ഥിക്കുമല്ലോ കുടുംബത്തിലെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മുസ്ലിം സഹോദരങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ഓരോ കാര്യങ്ങൾ അറിയുമ്പില്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര മനപ്രയാസം തോന്നുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളിൽ തന്നെ അങ്ങനെയുള്ള മക്കളിൽ തന്നെ ഇത്തരം ഒരു യുക്തിവാദപരമായ ചിന്തയൊക്കെ കടന്നു വരാന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മനപ്രയാസം. അള്ളാഹു അങ്ങനെയുള്ള മക്കൾക്ക് അത് നല്ല നേരായ ചിന്ത കൊടുക്കട്ടെ, നല്ലത് ചിന്തിച്ച് സത്യത്തിൻ്റെ മാർഗം മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനവും എന്താ പറയുക, ആ മക്കൾ അവർക്ക് അനുകൂലമായ രീതിയിൽ മാതാപിതാക്കൾക്ക് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സാന്ദർഭികമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും മനസ്സറിഞ്ഞ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അസറിന് ശേഷമുള്ള സമയത്തിന് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ നമ്മളെ മുസ്ലിം സഹോദരങ്ങളിലെ ഫലസ്തീനിലും അവിടെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന നമ്മളെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് അടുത്തൊരു അൽ ഹാഫിൽ, അൽ ഹഫീൽ, രണ്ട് നാമങ്ങളാണ് ഇനി പറയാനുള്ളത്. രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളാണെന്ന് പറയുന്നു. അൽ ഹാഫിൽ, അൽ ഹഫീൽ, രണ്ടും ഒരേ അക്ഷരങ്ങളാണ്. നമ്മൾ നേരത്തെ കുറേ നാമങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഒരുമിച്ച് വന്ന ചില നാമങ്ങൾ. അപ്പം ഇവിടെ എന്താണ് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്താണ് നമുക്ക് നോക്കാം. അൽ ഹലീമി റഹിമഹുല്ലാഹ് പറയുന്നു, ദീനിൻ്റെയും ദുനിയാവിൻ്റെയും വിഷയങ്ങളിൽ നാശഹേതുക്കളിൽ നിന്ന് തൻ്റെ ദാസന് സുരക്ഷയേകുന്നവനാണ് അൽ ഹാഫിൽ. ദീനിൻ്റെയും ദുനിയാവിൻ്റെയും വിഷയങ്ങളിൽ നാശഹേതുക്കളിൽ നിന്ന് തൻ്റെ ദാസന് സുരക്ഷയേകുന്നവരാണ് അൽ ഹാഫിൽ. അപ്പോൾ അൽ ഹാഫിലായ അള്ളാഹുവിനെ നമുക്ക് വിളിക്കാം അല്ലേ. ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ വിഷയത്തിലും എല്ലാ നാശഹേതുക്കളിൽ നിന്നും തൻ്റെ അടിയാന് സുരക്ഷയേകുന്ന അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അതുപോലെ ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി പറയുന്നത് അൽ ഖദീർ, അൽ ഖദീർ, അൽ അലീം എന്നീ നാമങ്ങളുടെ രൂപത്തിലാണ് അൽ ഹഫീൽ എന്ന നാമം വന്നിട്ടുള്ളത്. അവൻ വാനങ്ങളെയും ഭൂമിയെയും അവയിലുള്ളവയെയും അവശേഷിക്കുന്ന കാലം അത്രയും ശേഷിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കും. അതിനാൽ അവ നീങ്ങിപ്പോവുകയോ നശിക്കുകയോ ഇല്ല. അവനാണ് തൻ്റെ ദാസന്മാരെ നാശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചീത്തപതനങ്ങളിൽ നിന്ന് കാക്കുകയും ചെയ്യുന്നത്. തൻ്റെ ദാസന്മാരെ നാശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചീത്തപതനങ്ങളിൽ നിന്ന് കാക്കുകയും ചെയ്യുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയുകളെ ഔലിയാക്കളെ സംരക്ഷിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ പതിക്കുന്നതിൽ നിന്ന് അവർക്ക് സുരക്ഷ നൽകുകയും ശൈത്താൻ്റെ കുതന്ത്രങ്ങളാലുള്ള വിപത്തിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും അവർ സുരക്ഷിതരാവുന്നതിന് വേണ്ടി കാവൽ തീർക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അൽ ഹഫീലായ അൽ ഹാഫിലായ അള്ളാഹുവിനെ നമ്മൾ എന്തായാലും വിളിക്കണം. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള സുരക്ഷിതത്വം നമുക്ക് അത്യാവശ്യം അല്ലേ. എല്ലാ തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്നുള്ള സംരക്ഷണ സുരക്ഷ, പിന്നെ ശൈത്താൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടു പോകുന്നതിനുള്ള ആ ഒരു സുരക്ഷിതത്വം, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം. അപ്പം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നത് അൽ ഹാഫിൽ എന്ന നാമം അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണത്തിൽപ്പെട്ടതും പ്രവൃത്തിയുടെ വിശേഷണത്തിൽപ്പെട്ടതുമാകും. രണ്ടും വരും.
സത്തയുടെ വിശേഷണത്തിൽപ്പെട്ടതും പ്രവൃത്തിയുടെ വിശേഷണത്തിൽപ്പെട്ടതും രണ്ടും വരും. സത്തയുടെ വിശേഷണത്തിൽ പെട്ടാൽ അതിൻ്റെ അർത്ഥം അൽ അലീം എന്ന ആശയത്തിലേക്ക് മടങ്ങും. കാരണം മുഴുവൻ കാര്യങ്ങളെയും തൻ്റെ അറിവ് കൊണ്ട് സംരക്ഷിക്കുന്നു. അതിനാൽ അവയിൽ നിന്ന് യാതൊന്നും അവന് മറഞ്ഞു പോവുകയേയില്ല. ഒരാൾ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അതായത് ഖുർആൻ അയാളുടെ ഹൃദയത്തിൽ ഹാജറാണ് അല്ലേ. ഈ പറഞ്ഞ ഹിഫ്ലിന് നേരെ വിപരീതമാണ് എന്ത്? നിസ്യാൻ, മറന്നു പോകുക എന്നുള്ളത് അല്ലേ. അപ്പം പിന്നെ അള്ളാഹു എന്തല്ല ഒരിക്കലും വമാ കാന റബ്ബുക നസിയ, അള്ളാഹു ഒരിക്കലും മറന്നു പോകൂല, മറക്കുന്നവനായിട്ടില്ല. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസ അല്ലേ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഫിറൗന് അപ്പം നമ്മളെ പൂർവികന്മാരുടെ അവസ്ഥ എന്തേ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അള്ളാഹ് മറുപടി കൊടുത്താണ് ഇത് അല്ലേ. എന്താണ്? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസ, അവരെക്കുറിച്ചുള്ള വിവരം എൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഒരു കിതാബിൽ, രേഖയിലുണ്ട്. റബ്ബിനെന്താവൂല? പിഴച്ചു പോകൂല, മറന്നു പോകുകയുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു ആരെയും എന്താകൂല, ഒന്നും തന്നെ അള്ളാഹുവിന് മറന്നു പോവുകയും ചെയ്യൂല, ആരെ കാര്യത്തിൽ അള്ളാഹു വിട്ടുപോവുകയും ചെയ്യൂല. എല്ലാ നിലക്കും അള്ളാഹു എന്താണ്? ഫല്ലാഹു ഖൈറും ഹാഫിള, അള്ളാഹുവാണ് ഏറ്റവും നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്നവൻ. പിന്നെ ചില സമയത്ത് പിന്നെ ശേഖരിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ള അർത്ഥത്തിലും ഈ ഒരു ഇത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൂറത്ത് ഷൂറയിൽ അള്ളാഹു തആല പറയുക വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ അല്ലാഹു ഹഫീളുൻ അലൈഹിം അല്ലേ. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികൾ സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാര്യത്തിൽ അള്ളാഹു എന്താക്കുന്നുണ്ട്? സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ചില സമയത്ത് അമാനത്ത് എന്നുള്ള അർത്ഥത്തിലും വരുന്നുണ്ട്. പിന്നെ സൂറത്ത് യൂസുഫിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ ഹഫീദ് വന്നത് ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദി ഇന്നി ഹഫീദുൻ അലീം, എന്നെ ഭൂമിയിലെ ഖജനാവുകളുടെ അധികാരം ഏൽപ്പിക്കൂ, തീർച്ചയായും ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും. അപ്പോൾ അവിടെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള നിലക്കാണ് ഹഫീദ് വന്നിട്ടുള്ളത്. പിന്നെ അപ്പം വ്യത്യസ്ത രീതിയിൽ ഹഫീദ് എന്നുള്ള അർത്ഥം വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ എല്ലാ നിലക്കുമുള്ള സുരക്ഷ നൽകുന്നവൻ അല്ലേ. എല്ലാ നിലക്കും ദുനിയാവിൻ്റെയും ദീനിൻ്റെയും വിഷയത്തിൽ എല്ലാ നാശഹേതുക്കളിൽ നിന്നും തൻ്റെ ദാസന് സുരക്ഷയേകുന്നവനാണ് ആര്? അൽ ഹാഫിളായ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു സംരക്ഷണ വലയം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ഈ ഒരു ഹാഫിളിൻ്റെ ആ ഒരു ഇതിൽ വിശദീകരണം പറയുന്നത് എന്താ അറിയോ? 2 കാര്യങ്ങളാണ് അൽ ഹാഫിളും ഹഫീളും പിന്നെ എന്നുള്ള ആ നാമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് വെച്ചാൽ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ വിവരങ്ങളും അവൻ സൂക്ഷിച്ചു വെക്കുന്നു എന്ന്. അതായത് അള്ളാഹുവിന് ഒരു കാര്യവും എന്താവില്ല, മറഞ്ഞു പോവുകയോ മറന്നു പോവുകയോ ഇല്ല. അടിമകളുടെ കർമ്മങ്ങളെ സൂക്ഷിക്കുവാൻ മാന്യന്മാരായ മലക്കുകളെ അള്ളാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, അവന് മനുഷ്യന് മേലെ എന്താക്കുന്നുണ്ട്? മേൽനോട്ടക്കാരനായിക്കൊണ്ട് ഒരു ആളെ ഏർപ്പാടാക്കിയിട്ടല്ലാതെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഹാഫിദ് അവിടെ അള്ളാഹു നമ്മളെ ഓരോ ഇതും പിന്നെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു ആരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്? മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഇൻഫിത്താറിൽ പറയുന്നില്ലേ വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ അല്ലേ. നിങ്ങളുടെ മേലെ എന്തുണ്ട്? ചില മേൽനോട്ടക്കാരുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ, എഴുതി വെക്കുന്നുണ്ട് അല്ലേ. ഏതായിരിക്കും കൂടുതൽ പണി എഴുതാൻ ഉണ്ടാകുക മലക്കുകൾക്ക്? ചിന്തിക്കലുണ്ടാ അല്ലേ? രാവിലെ ഉറങ്ങി എണീച്ചാൽ രാത്രി വിരിപ്പിലേക്ക് എത്തുന്നവരെയുള്ള നമ്മളെ സമയങ്ങൾ മലക്കുകൾ എന്താകുന്നുണ്ട്? എല്ലാം എഴുതി വെക്കുന്നുണ്ട് അല്ലേ. ഈ ബുക്ക് നാളെ നമ്മൾ പോയാൽ നമ്മളെ കയ്യിൽ തരും അല്ലേ. ഏത് കൈയോട് വാങ്ങാനായിരിക്കും നമുക്ക് സൗഭാഗ്യം ഉണ്ടാകുക? അള്ളാഹു നമുക്ക് വലത് കൈ കൊണ്ട് ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
അപ്പം എല്ലാ വിവരങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു രീതിയിൽ അൽ ഹാഫിൽ ഹഫീൽ വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ സൃഷ്ടികൾക്കുമുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം. നേരത്തത് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹ്ക്കൊന്നും മറന്നു പോവില്ല, മറഞ്ഞും പോവില്ല, മറന്നും പോവില്ല. എന്നാൽ എല്ലാ സൃഷ്ടികൾക്കും ഉള്ള അള്ളാഹിൻ്റെ സംരക്ഷണം അല്ലെ, ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതും എല്ലാം എന്താണ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അല്ലേ. അവയുടെ സംരക്ഷണം അള്ളാഹുവിന് എന്തല്ല, ഒരിക്കലും ഒരു പ്രയാസമേ അല്ല. നമ്മൾ ആയത്തുൽ കുർസി എപ്പോഴും വായിക്കുന്നില്ല അല്ലേ, വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ അല്ലേ. അള്ളാഹിന്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിന് അവയുടെ സംരക്ഷണം എന്തല്ല, ഒട്ടും ഭാരമുള്ളതേയല്ല, ഒരു പ്രയാസമേ ഉള്ളതല്ല എന്നുള്ള നിലക്ക്. അപ്പം ഈ രണ്ട് രൂപത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ അടിമകൾക്കുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെ രണ്ട് നിലക്ക് വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഭക്ഷണപാനീയങ്ങളും വായുവും വെള്ളവും ജീവിത സൗകര്യങ്ങളും തരപ്പെടുത്തിക്കൊണ്ടും അവർക്കത് വിധിച്ച ജീവിത ആവശ്യങ്ങളിലേക്കും നന്മകളിലേക്കും മാർഗം കാണിച്ചു കൊണ്ടുള്ള സംരക്ഷണം. നമുക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, വായു അല്ലെ, ജീവിത സൗകര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹു തആല എന്താക്കുന്നുണ്ട്, നമുക്ക് റെഡിയാക്കി തരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വേണ്ട എല്ലാ നിലക്കുള്ള മാർഗവും കാണിച്ചു തരുന്നുണ്ട് അല്ലേ. ഇത് പിന്നെ നല്ല ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതാ അല്ല അല്ലെ, ഇത് നല്ല ആൾക്കും കിട്ടും, പുണ്യം ചെയ്യുന്ന ആൾക്കും കിട്ടും, പാപികൾക്കും കിട്ടും അല്ലേ. പിന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും അല്ലേ. പിന്നെ എന്നാല് പിന്നെ രണ്ടാമതായിട്ട് പറയുന്നൊരു സംരക്ഷണമുണ്ട്. അതായത് രണ്ടാമതായിട്ട് പറയുന്ന ആ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ളതാണ്. മറ്റേത് പൊതുവായിട്ട് എല്ലാവർക്കും. പിന്നെ പ്രത്യേകമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യേകക്കാരിൽ ഉൾപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും പുണ്യാളന്മാർക്കുമുള്ള പ്രത്യേകമായ സംരക്ഷണം. അതായത് നേരത്തെ പറഞ്ഞ ആ സംരക്ഷണത്തോടൊപ്പം എന്താണ്, വിശ്വാസവും കർമ്മവും പിഴവുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് സൗഖ്യം പ്രദാനം ചെയ്ത് അവരിൽ നിന്ന് ശത്രുവിനെ തടുത്തും മറ്റുമുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. മറ്റേത് ഓൾറെഡി എന്താണ്, അത് എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലേ, എല്ലാവർക്കും കിട്ടുന്നതാണത്. കാരണം നമുക്കറിയാലോ അല്ലെ, ഈ ദുനിയാവിൽ ദീനുള്ള ആൾക്കും ദീനില്ലാത്ത ആൾക്കും ജീവിക്കാൻ കഴിയും. ദീനില്ലാത്ത ആൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവും ചെയ്യില്ല. പക്ഷേ ദീനോടുകൂടി ജീവിച്ച ആൾക്ക് എന്താണ്, ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും സുഖകരമായ ജീവിതമായിരിക്കും അല്ലേ. ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ആസ്വാദനം അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം, നമ്മൾ ആരാകണം, അള്ളാഹുവിൻ്റെ വലിയകളാകണം, അല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകാൻ നമുക്ക് കഴിയണം. പാപികളാകാൻ പാടില്ല. നമ്മൾ ആരാകണം, പുണ്യവാന്മാരാകണം അല്ലെ, മഹ്സിനീങ്ങളാകണം. നമ്മൾ മഹ്സിനീങ്ങളാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം അവർക്കുണ്ടാകും. എന്തെങ്കിലും തരത്തിൽ പിഴവുകളിലോ അബദ്ധങ്ങളിലോ പെട്ടുപോകുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിച്ച് അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അവരിൽ നിന്ന് ശത്രുവിനെ തടുത്ത് എല്ലാ നിലക്കുള്ള സംരക്ഷണം അള്ളാഹു നൽകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അത്തരക്കാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ വേറെ രീതിയിൽ ഈ ഹാഫിള് പറയുമ്പോൾ പറഞ്ഞത് ഈ പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിലാണ് അല്ലെ. അള്ളാഹുവിന്റെ കലാമായ ഈ ഖുർആൻ അല്ലെ, അതൊരു മാറ്റത്തിരുത്തലുകൾക്കും പിന്നെ ഇത് വിട്ടുകൊടുക്കാതെ അള്ളാഹു എന്താക്കുന്നുണ്ട്, ഖിയാമത്ത് നാളെ വരെ അത് സംരക്ഷിക്കും പറഞ്ഞിട്ടല്ലേ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഞാനാണ്, നിശ്ചയം നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പറയുന്നത് എന്താ അറിയോ,
അതായത് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൻ്റെ ഒരു വിഷയത്തിൽ വരുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിർവരമ്പുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിഷിദ്ധങ്ങളെ കൈയൊഴിഞ്ഞ് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും രക്ഷ നൽകുകയും ചെയ്യും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് പറഞ്ഞത്? യാ ഗുലാം, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫളില്ലാഹ് യഹ്ഫളുക, അല്ലേ? യഹ്ഫളില്ലാഹ് തജിദുഹു തുജാഹക. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ ഉപദേശം? കുട്ടി, ഞാൻ നിന്നെ ചില വചനങ്ങൾ പഠിപ്പിക്കുന്നു, നീ അള്ളാഹുവെ സൂക്ഷിക്കുക, അവൻ നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ മുമ്പിൽ അവനെ നിനക്ക് കണ്ടെത്താം. ഹദീസ് നീണ്ടൊരു ഹദീസാണ്. അതിൽ ഈ ഒരു കാര്യം മാത്രം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. അപ്പം നമുക്ക് നമ്മളെ റബ്ബിനെ നമ്മളെ മുമ്പിൽ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് എന്ത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അഭിമാനത്തെയും സമ്പത്തിനെയും സന്താനങ്ങളെയും സംരക്ഷിക്കുന്ന സദ്വൃത്തരായ സ്ത്രീകളെക്കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ പറഞ്ഞത് എന്താണ്? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലേ? നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള സദ്വൃത്തരായ സ്ത്രീകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ലോങ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് പറഞ്ഞു നിർത്തിയിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട ദുആയും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ രാവിലെയും വൈകുന്നേരമുള്ള ഒരു ദുആയിൽ വരുന്നില്ലേ? പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ എന്നുള്ള ആ ദുആന്റെ അവസാന ഭാഗത്ത് വരുന്നില്ലേ? പിന്നെ അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. ഇല്ലേ? നല്ല ദുആയാണ്. പിന്നെ എല്ലാവർക്കും അറിയുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നല്ല പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയും. അതായത് ചൊല്ലാതിരിക്കലേ ഇല്ല. എപ്പോഴും രാവിലെയും വൈകുന്നേരം റസൂലുള്ളാഹി ചൊല്ലാറുണ്ടായിരുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ചുള്ള നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അഫുവും ആഫിയത്തും ദുനിയാവിലും ആഖിറത്തിലും പിന്നെ കുടുംബത്തിലും മക്കളിലും, അല്ലെ? പിന്നെ നമ്മളെ ന്യൂനതകൾ മറച്ചു വെക്കാനും നമുക്ക് പിന്നെ സംരക്ഷണം നൽകാനും നിർഭയത്വം നൽകാനും പിന്നെ എല്ലാ നിലക്കുമുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം, അല്ലെ? അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ, മുന്നിലും പിന്നിലും ബാക്കിലും മേലെയും താഴെയും എല്ലാ ഇടതുഭാഗത്തും വലതുഭാഗത്തും അല്ലെ എല്ലാ നിലക്കും നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാൻ. പിന്നെ അപ്പോൾ നല്ല ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയില്ലേ? അതിൽ വരുന്നുണ്ടല്ലോ, അല്ലേ? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ. അവിടെ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ, അല്ലേ? നീ അതിനെ പിന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കണം, അല്ലേ? നമ്മൾ കിടക്കുമ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ വെച്ച് കിടക്കുകയായിരുന്നു. അപ്പം ഒരു തരത്തിൽ നമ്മളെ റൂഹിനെ അള്ളാഹ് പിടിച്ചു വെക്കുന്നു പറയുന്നുണ്ട്, അല്ലേ? ഉറങ്ങുമ്പോൾ. അപ്പം അത് നീ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നീ അതിനോട് പുറത്തു കൊടുക്കണം. അതല്ല നീ തിരിച്ചു തരാണെങ്കിൽ എന്താക്കണം? നല്ല നല്ല ആൾക്കാരെ സംരക്ഷിക്കുന്ന പോലെ നീ സംരക്ഷിക്കണേ. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഒരു നാമത്തെ കൂടുതലായി മനസ്സിലാക്കുക. 2 നാമങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി. എല്ലാ അള്ളാഹുവിനെ കുറിച്ച് നമുക്കിങ്ങനെ കൂടുതൽ അടുത്തറിയാനുള്ള
ഓരോ അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഓരോ നാമങ്ങളും പഠിച്ചറിഞ്ഞ് റബ്ബിലേക്ക് കൂടുതൽ 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 അടുത്ത് അള്ളാഹുവിൻ്റെ വലിയുകളായി തീരാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. എന്തെങ്കിലും തരത്തിൽ നമ്മളിൽ വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. യാ അർഹമുർ റഹീമീനായ അള്ളാഹുവേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചു കൊണ്ടാണ് അള്ളാഹുവെ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അള്ളാ. ഞങ്ങൾക്ക് നിന്റെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അള്ളാ. എല്ലാവർക്കും നീ ഹിദായത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണേ അള്ളാഹുവേ. നിന്റെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹുവേ. മുസ്ലിമായതിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് ജനങ്ങൾ റബ്ബേ രാജ്യങ്ങൾ പല രാജ്യങ്ങളിലായിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. നിന്റെ സഹായം നീ അവരിൽ എത്തിക്കണേ അല്ലാ. ഓരോ പ്രയാസപ്പെടുന്ന മുസ്ലിമിനും നാഥാ നീ സമാധാനം നിറഞ്ഞ ജീവിതം കൊടുക്കണേ അല്ലാ. നിന്റെ സഹായം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവർക്കൊക്കെ നാഥാ അവരുടെ മനസ്സുകൾക്ക് നീ സമാധാനവും ആശ്വാസം പ്രദാനം ചെയ്യണേ അല്ലാ. ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ശക്തി പ്രദാനം ചെയ്യണേ അല്ലാ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നീ ശയിപ്പിക്കണേ റഹ്മാനെ. ഇസ്ലാമിന് ഇസ്സത്തോടു കൂടി ഇസ്ലാമിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇൽമ പകർന്നു തന്ന ഒരുപാട് പേര് നേരത്തെ ഈ ദുനിയാവ് വിട്ട് പിരിഞ്ഞു പോയി. അള്ളാഹുവെ അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങളെക്കാൾ മുമ്പേ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ പാപങ്ങളെല്ലാം പുറത്ത് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.